പറഞ്ഞ എന്താ നിങ്ങള് ലഹരിയുടെ വരവ് കണ്ടെത്താനോ അത് എവിടെ നിന്നാണ് എന്നറിയാനോ അതിനെ തടഞ്ഞു നിർത്താനോ ആർക്കും സാധ്യമല്ല. കാരണം പോലീസും സംവിധാനവും ഭരണകൂടങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അതിനെ തോൽപ്പിക്കുവാൻ തക്കവണ്ണം ഏറ്റവും ആസൂത്രിതമായ വലിയ ഒരു നെറ്റ്വർക്കാണ് ലഹരിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. കാരണം അറിയോ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ലഹരി ഇത്രമേൽ മേൽക്കോയ്മ നേടിയതെന്ന് പറയാൻ കാരണം അറിയോ? ഈ കോവിഡ് രോഗത്തിനു മുമ്പ് ലോകത്ത് ഏറ്റവും കൂടുതൽ പണം കടന്നു വന്ന കച്ചവട മേഖല പെട്രോളിയവുമായി ബന്ധപ്പെട്ട ബിസിനസ്സാണ്. പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കുഴിച്ചെടുക്കുക, അതതിൻ്റെ ഉപോൽപ്പന്നങ്ങളായി മാറ്റുക, അതിൻ്റെ കച്ചവടം, ഇതായിരുന്നു ലോകത്തിലെ ഏറ്റവും പണം കൈകാര്യം ചെയ്യുന്ന കച്ചവട മേഖല. എന്നാൽ കോവിഡാനന്തര ലോകത്ത് ഏറ്റവും കൂടുതൽ പണം തിരിമറി നടത്തപ്പെടുന്ന, പണം കൈകാര്യം ചെയ്യുന്ന കച്ചവടം ലഹരിയുടെ കച്ചവടമാണ്. ഞാനിപ്പോൾ നിൽക്കുന്ന ചെമ്മാടാണല്ലോ. ഈ ചെമ്മാട്ടങ്ങാടിയിൽ ഏറ്റവും കൂടുതൽ പണം കച്ചവടം നടക്കുന്ന ഒരു ഷോപ്പ് നിങ്ങൾ കണ്ടുപിടിക്കുക. ടെക്സ്റ്റൈൽസ് ആവാ, ജ്വല്ലറി ആവാ, ഇരുമ്പ് കടയാവാ, സിമെന്റ് കടയാവാ, ഏതെങ്കിലും ഒരു കട. ഈ ചെമ്മാട്ടങ്ങാടിയിൽ ഏറ്റവും കൂടുതൽ വിറ്റുവരവ് നടത്തുന്ന ഒരു കട നിങ്ങൾ കണ്ടുപിടിക്കുക. എന്നിട്ട് വൈകുന്നേരം കടയടക്കുന്ന സമയത്ത് ആ കടയുടെ ക്യാഷ് കൗണ്ടറിൽ ചെന്നിട്ട് ഒന്ന് അന്വേഷിക്കുക, ഇന്ന് എത്ര രൂപയുടെ കച്ചവടം നടന്നു. 15 ലക്ഷം, 20 ലക്ഷം, 30 ലക്ഷം ഒക്കെ കച്ചവടം നടന്നേക്കാം. എന്നാൽ ആ 30 ലക്ഷത്തിന്റെ മേൽ വലിയ ലക്ഷത്തിന്റെ മയക്കുമരുന്ന് മാഫിയയുടെ കച്ചവടം ഈ പട്ടണത്തിൽ ഇന്ന് വൈകുന്നേരമാകുമ്പോഴേക്ക് നടന്നിട്ടുണ്ടാവാം. എല്ലാ പ്രദേശത്തും. ലോകത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ പണം കൈകാര്യം ചെയ്യുന്ന ബിസിനസ്സായി, കച്ചവടമായി മയക്കുമരുന്ന് മാറിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് വിൽക്കാനും അത് എത്തിക്കാനും അത് കൊണ്ടുകൊടുക്കാനും വളരെ കൃത്യമായ നെറ്റ്വർക്ക് ഉണ്ട്. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളെയാണ് അവർക്ക് ആവശ്യം.